ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് സബ് വൂഫർ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള വോളിയം കൺട്രോളാണ്. ഇത് എൻകോഡറാണ്. ഇതിൽ നമുക്കെല്ലാം ചാനലിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ബാസ് ഡബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇൻസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൈപ്പ് 16 2.5 ഇഞ്ച് കോറാണിത്. ഏകദേശം നമുക്കൊരു 350 VA കിട്ടുന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാപ്പിംഗ് വന്നിരിക്കുന്നത് 26.026 8 ആംപിയറും 12.012 6 ആംപിയറുമാണ് ഇതിൻ്റെ ടാപ്പിംഗ് എടുത്തിരിക്കുന്നത്. 26.026 ഈ ഇരിക്കുന്ന 4 മോസ്ഫെറ്റ് ബോർഡിലേക്കാണ് നമ്മൾ സബിൻ്റെ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 12.012 6 ആംപിയർ വന്നിരിക്കുന്നത് ഇത് TDയുടെ 2050 വെച്ചിട്ടുള്ള IC വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ്. ഇതിലേക്കാണ് നമ്മൾ അതിൻ്റെ വോൾട്ടേജ് DC ആക്കി കൊടുത്തിരിക്കുന്നത്. നമുക്ക് DCക്ക് വേണ്ടിയിട്ട് 10,000 50 വോൾട്ട് 2 കപ്പാസിറ്റർ 5 ചാനലിലും 10,000 63 വോൾട്ട് സബ് ബോർഡിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ 12.012 ചെറിയ വോൾട്ടേജുകൾക്കൊക്കെയാണ് ഈ ഒരു ചെറിയ DC സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ബോർഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ TDA 2050 5 ചാനലും IRF 240 9240 പെയർ വന്നിരിക്കുന്നത്. ഇത് ബ്രിഡ്ജ് ബോർഡാണ്. 2 പെയർ വെച്ചിട്ടുള്ള 2 ആംപ്ലിഫയർ ഇത് ബ്രിഡ്ജ് ചെയ്ത് മോണാക്കി സബിന് കൊടുത്തിരിക്കുകയാണ്. 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് 6 ചാനൽ ഗെയിനർ ബോർഡാണ്. ഇതാണ് നമ്മുടെ പ്യൂർടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വരുന്നത്. പിന്നെ ഇതാണ് മെയിൻ നമ്മുടെ ഡോൾബി DTS ഡീകോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന FT003 പ്യൂർടെക്കിൻ്റെ തന്നെ മിനി ഡീകോഡർ. പിന്നെ ഒരു USB മൊഡ്യൂൾ വെച്ചിട്ടുള്ള ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റാണ്. റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഇത് ഇന്നാണ് വെച്ചിരിക്കുന്നത്, ഔട്ടല്ല ഇന്ന വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻസൈഡ് വന്നിരിക്കുന്നത്.